ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡേ വിത്ത് റിവ്യൂസ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് കണ്ടു വന്ന ഒരു ചിത്രമാണ് മണിച്ചിത്താഴ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മണിച്ചിത്താഴിനെ 4K എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്, 4K റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് തിയേറ്ററുകളിൽ. 1993 ഇറങ്ങിയ പടമാണ്. 1993 ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു 5-6 മാസം മാത്രം പ്രായമുള്ള സമയമാണ്. അന്നത്തെ ആ ഒരു സിനിമ ഇന്ന് എനിക്ക് 4Kയിൽ തിയേറ്ററുകളിൽ, അതും ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് സത്യം പറഞ്ഞൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഒരുപാട് സത്യം പറഞ്ഞാൽ മണിച്ചിത്താഴ് ഒരുപാട് ഇവൻറ്റുകളിൽ, ഇവിടുത്തെ ചില ഇവൻറ്റുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ പഴയ കോപ്പി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് പക്ഷേ 4K റീമാസ്റ്റർ ചെയ്ത് സൗണ്ടൊക്കെ വീണ്ടും മാറ്റി, സൗണ്ടൊക്കെ നല്ല അടിപൊളി, നല്ല ക്രിസ്പ് ക്ലിയർ ആക്കിയിട്ട് അവർ 4K റിലീസ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഒരു മിസ്സായിപ്പോയ പിന്നിത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു ഉറപ്പൊന്നുമില്ല. ഒറ്റ ടൈം ഇപ്പം നമുക്ക് കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. അപ്പം അവരെ എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇന്നസെൻ്റ് ചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ, അതേപോലെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ, KPC ലളിത ചേച്ചി, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൽ, തിലകൻ ചേട്ടൻ, ഒരൊറ്റ ഫ്രെയിമിലൊക്കെ എല്ലാവരെയും കാണാനായിട്ട് പറ്റുന്ന ഒരു അവസരമാണ്. തിയേറ്ററിൽ ഒരു അവസരമാണ്. പക്ഷേ ഇനി അത് കാണാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. മിസ്സായി പോയി പിന്നെ നമ്മളത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞിട്ട് നമുക്ക് ഒരു വിഷമം തോന്നുമായിരിക്കാം. OTT കാണുമായിരിക്കാം, OTTയിൽ നമുക്ക് കാണാം, നെറ്റിൽ നമ്മൾ മൊബൈലിലും TVയിലും ഒക്കെ ഒരുപാട് കണ്ടതാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു മ്യൂസിക്കൊക്കെ, അവരുടെ ആ ഒരു വരുവാനില്ലാരുമി എന്ന് പറഞ്ഞിട്ട് ആ മ്യൂസിക്കൊക്കെ, അതേപോലെ പഴന്തമിഴ് പാട്ടുകളുടെയും ആ സാധനമെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഡോൾബി സൗണ്ടിനകത്ത് നമ്മൾ ഈ സാധനം കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അത് എത്ര പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ. അതുപോലത്തെ ഓരോ ഡീറ്റെയിലിങ്, അതിലൊരു ചെറിയ സീൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സുരേഷ് ഗോപിയുടെ അടുത്ത് മോഹൻലാൽ ഈ ശോഭന ചേച്ചിക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എല്ലാ സൗണ്ടും ക്ലിയർ ആയിരിക്കും, വേറെ ഒന്നുമില്ല, ഇവരുടെ സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ക്ലോക്ക്, ആ സൈഡിൽ വെച്ചിരിക്കുന്ന മറ്റേ വാൾ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കിൻ്റെ സൗണ്ട് കൃത്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും അത്രയും ഡീറ്റെയിലിങ്ങിലാണ് അവർ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ മരിച്ചു പോയവരുടെ എല്ലാവരുടെയും സീന് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കയ്യടിയും വിസിലടിയും അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ആ ഒരു പഴയ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ കാണാൻ പറ്റി. നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം TVയിലും അതിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുറച്ച് നാളായിട്ടത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു തിയേറ്ററിൽ നമുക്ക് ആ ഒരു കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വയസ്സ്, പ്രായം, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യേണ്ട റോളുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ആരെയും തെളിയിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് വരും റിലീസുകളുടെ മേളമാണ്, റിലീസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിന് നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം സുഖമായിട്ട് വന്ന് ഇവിടെ തന്നെ ഇങ്ങനെ പുഷ്പം പോലെ ഇതൊക്കെ ചെയ്തിട്ടൊക്കെ പോകും. അതൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ പടം സത്യം പറഞ്ഞ് തിയേറ്ററിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നല്ല, കാണുക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവും എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ.